Hi everyone, Business Buzz Plus ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഓൺലൈനായിട്ട് വിറ്റ് സമ്പാദിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു 15 ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഐഡിയാസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റിൻ്റെ ഐഡിയാസ് ആണ് തരുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇനി വേറൊരു വീഡിയോ ചെയ്യാം, അതായത് ഡിജിറ്റൽ പ്രൊഡക്ട്സ് എങ്ങനെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം എന്നുള്ളത്. ഇത്രയും പ്രൊഡക്ട്സ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, അതെങ്ങനെ സെല്ല് ചെയ്യണം, അതിന് പറ്റിയ പ്ലാറ്റ്ഫോംസ് എന്താണെന്നുള്ളത് കൂടി അറിയണ്ടേ. അപ്പോൾ അതിനുള്ള വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ചെയ്യും. അപ്പം ഡിജിറ്റൽ പ്രൊഡക്ട്സിൻ്റെ സെല്ലിങ്ങും മേക്കിങ്ങും ഒക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബുക്സിനെ പറ്റിയിട്ടാണ്. അതായത് ഫിക്ഷൻ അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ, സെൽഫ് ഹെൽപ്പ് ബുക്സ്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, ഗൈഡുകൾ, മാനുവൽ, എന്തെങ്കിലും പെർട്ടിക്കുലർ സംഗതി ഉപയോഗിക്കുന്നതിൻ്റെ മാനുവൽസോ കാര്യങ്ങളോ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ബുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് അത് നമുക്ക് ഡിജിറ്റൽ ബുക്കായിട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട് ഈ ഒരു മേഖലയിൽ എന്നുണ്ടെങ്കിൽ അത് വേർഡിൽ പോയിട്ട് ടൈപ്പ് ചെയ്ത് വെക്കാം. അതിനുശേഷം അതൊരു ബുക്ക് ഫോമാറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കത് സെല്ല് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഐഡിയ ആണ് ഓൺലൈൻ കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റിയിട്ട് നന്നായിട്ട് ഇൻഫർമേഷൻ ഉണ്ട്, നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ഓൺലൈൻ കോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ബിസിനസ്സിൻ്റെ മേഖലയിലോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ മേഖലയിലോ, ഫോട്ടോഗ്രാഫീനെ സംബന്ധിച്ചോ, കുക്കിങ്ങിനെ സംബന്ധിച്ചോ, കോഡിങ്ങിനെ സംബന്ധിച്ചോ, ഫിറ്റ്നസ്, ലാംഗ്വേജ് ലേണിങ്, അങ്ങനെ എന്ത് ടോപ്പിക്കിന് മുകളിലും നമുക്ക് ഇതുപോലെ കോഴ്സസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോസ് ത്രൂ കോഴ്സസ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്ലൈഡ് ഷോ പോലെ ആയിട്ട് കോഴ്സസ് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ കണ്ടൻ്റ് ആയിട്ടും നമുക്ക് ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും ഒരു ബെസ്റ്റ് ഐഡിയ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർസ് ആൻഡ് ആപ്സ് ആണ്. അതായത് ഡെസ്ക്ടോപ്പിനും അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. സോഫ്റ്റ്വെയർ ടൂൾസ്, പ്ലഗിൻസ്, സ്ക്രിപ്റ്റ്സ്, ടെംപ്ലേറ്റ്സ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡൗൺലോഡ് ആയിട്ടുള്ള ഫോൺസ്, ഐക്കൺസ്, ഗ്രാഫിക് ഡിസൈൻ അസറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ആൻഡ് ആപ്സിൻ്റെ താഴെ വയ്ക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മേ ബി സ്പെഷ്യലി ഒരു കോഡിങ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ല് വേണ്ടതായിട്ട് വരും ഡെഫിനറ്റ്ലി. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നോളജബിൾ ആണ് ഈ ഫീൽഡിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയും കൂടെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിജിറ്റൽ ആർട്സ് സെല്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിജിറ്റൽ ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇല്ലസ്ട്രേഷൻസ്, അല്ലാതെ ഡിജിറ്റൽ ഡ്രോയിങ്സ് വരുന്നത്, ഗ്രാഫിക് ഡിസൈൻ അസറ്റ്സ്. അതായത് ഗ്രാഫിക് ഡിസൈനേഴ്സിന് അവരുടെ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പല ഫോമാറ്റിലുള്ള എന്താ പറയുക ഗ്രാഫിക് ഐറ്റംസ് വേണ്ടി വരുമല്ലോ, വെക്ടേഴ്സിലും അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഓരോ ആർട്ട് ഷേപ്സും ഫോമാറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത്. അത് ഡെവലപ്പ് ചെയ്തിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഗ്രാഫിക് ഡിസൈൻ അസറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോക്ക് ഫോട്ടോസ്, അതായത് നമ്മൾ റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് അത്തരത്തിലുള്ള വെബ്സൈറ്റുകൾക്ക് വിൽക്കുന്നത് വഴി ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്ക് ഫോട്ടോസ് നമുക്ക് സെല്ല് ചെയ്യാം. ഐക്കൺസ്, ക്ലിപ്പ് ആർട്ട്, അതുപോലെ ടെക്സ്റ്റേഴ്സ്, പാറ്റേൺസ്, ഇതൊക്കെ ഗ്രാഫിക് ഡിസൈനേഴ്സിന് ആവശ്യമുള്ള സംഭവങ്ങളായിരിക്കും. അപ്പോൾ അതിനും ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡിജിറ്റൽ ആർട്ട് വർക്ക് സ്കില്ലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് മേ ബി ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് സ്കിൽസ് ഒന്നും ഇല്ലാത്ത മേഖലകൾ ഉണ്ടായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ ഓൾറെഡി ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു മേഖലയുടെ മുകളിലുള്ള കോഴ്സസ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ ഉള്ള കോഴ്സസ് റെഫർ ചെയ്യുക. ഇനി അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ എക്സ്പ്ലോർ ചെയ്യാം. യൂട്യൂബിലൊക്കെ ഇപ്പോൾ നിരവധി കണ്ടൻറ്റുകൾ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഡിജിറ്റൽ പ്രൊഡക്ട്സ് വിൽക്കാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് മ്യൂസിക് ആൻഡ് ഓഡിയോ. അതായത് ഒറിജിനൽ മ്യൂസിക് ട്രാക്കുകളോ അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റ്, ഓഡിയോ ലൂപ്സ്, സാമ്പിൾ പാക്സ്, പോഡ്കാസ്റ്റ്, ഓഡിയോ ബുക്ക്, മെഡിറ്റേഷൻ ട്രാക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഓഡിയോ കാറ്റഗറിയിൽ ഡിജിറ്റൽ പ്രൊഡക്ട്സ് വിൽക്കാവുന്നതാണ്. ഇനി അടുത്തത് വരുന്നത് വീഡിയോ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റോക്ക് ഫുട്ടേജ്, വീഡിയോ ടെംപ്ലേറ്റ്സ്, മോഷൻ ഗ്രാഫിക്സ്, വീഡിയോ എഫക്ട്സ്, വീഡിയോ കോഴ്സസ്, ട്യൂട്ടോറിയൽസ്, പിന്നെ വീഡിയോ എഡിറ്റിംഗ് പ്രിസെറ്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണ്.
അടുത്തത് ഫോട്ടോഗ്രാഫി ആണ്. സ്റ്റോക്ക് ഫോട്ടോസ് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഡിജിറ്റൽ പ്രിൻറ്റ്സ്, ഫോട്ടോ എഡിറ്റിംഗ് പ്രിസെറ്റ്സ്, ലൈറ്റ് റൂം പ്രിസെറ്റ്. ഇതിൽ ലൈറ്റ് റൂം പ്രിസെറ്റിനൊക്കെ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പേഴ്സണലി. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് ആക്ഷൻസ്, ഫോട്ടോഗ്രാഫി ഗൈഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫോട്ടോഗ്രാഫിയുടെ താഴെ കൊടുക്കാവുന്ന ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണ്. ഇനി അടുത്തത് വരുന്നത് പ്രിൻറ്റബിൾ പ്രൊഡക്ട്സ്. അതായത് പ്രിൻറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് വിൽക്കുന്നത്. അതായത് പ്രിൻറ്റബിൾ പ്ലാനേഴ്സ്, കാലണ്ടേഴ്സ്, വർക്ക്ഷീറ്റ്സ്, കളറിംഗ് പേജസ്, ഗ്രീറ്റിംഗ് കാർഡുകൾ, ഇൻവിറ്റേഷൻസ്, ആർട്ട് പ്രിൻറ്റുകൾ, അതുപോലെ സ്റ്റേഷനറി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഐറ്റംസ്. അതായത് ഇപ്പോൾ മേ ബി ഒരു ലെറ്റർ ഹെഡ് ആയിരിക്കാം, അത് പേഴ്സണലായിട്ട് കസ്റ്റമൈസ് ചെയ്ത രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും നല്ല ഡിമാൻഡാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിരവധി ഇതുപോലെയുള്ള സെല്ലിംഗ് ചെയ്യുന്നവരെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെബിനാർസ് ആൻഡ് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുക. ലൈവ് അല്ലെങ്കിൽ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വെബിനാറുകൾ, വിർച്വൽ ആയിട്ടുള്ള വർക്ക്ഷോപ്സ്, മാസ്റ്റർ ക്ലാസ്സസ്, ഓൺലൈൻ ഇവൻറ്റ്സ് ഒക്കെ വേരിയസ് ടോപ്പിക്സിൻ്റെ മുകളിൽ നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതും നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫീൽഡിൽ നന്നായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള നോളേജ് ഉണ്ടെന്ന് നിങ്ങൾ സ്വയം അക്നോളജ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന മേഖലയാണ്. ഇനി അടുത്തതാണ് സബ്സ്ക്രിപ്ഷൻ സർവീസസ്. മെമ്പർഷിപ്പ് സൈറ്റുകൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാഗസിനുകൾ, ന്യൂസ് ലെറ്റേഴ്സ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ് ആക്സസ് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ സർവീസസ് കൊടുക്കാം. ഓൺലൈനായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് അതിന് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ചാർജസ് വാങ്ങാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ എന്തിൻ്റെ മുകളിലായിരിക്കണം ഇത്തരത്തിലുള്ള റിക്കറിങ് ആയിട്ടുള്ള കണ്ടന്റ് സബ്സ്ക്രിപ്ഷൻസ് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യണം. എല്ലാ തരം കണ്ടന്റുകൾക്കൊന്നും അത് പറ്റിക്കൊള്ളുന്നില്ല. എക്സ്ക്ലൂസീവായിട്ട് മെമ്പേഴ്സിന് എന്താ പറയുക, റെഗുലർലി നമുക്ക് റിക്കറിങ് ആയിട്ട് നല്ല നല്ല ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലായിരിക്കും ഇത്തരത്തിലുള്ള സർവീസസ് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യലായ രീതിയിൽ സെല്ല് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ് വിൽക്കുക എന്നുള്ളതാണ്. അതായത് വെബ്സൈറ്റുകളുടെ തീം, വേർഡ് പ്രസിൻ്റെ തീം, വെബ്സൈറ്റ് ടെംപ്ലേറ്റ്സ്, ഇമെയിൽ ടെംപ്ലേറ്റ്സ്, പ്രസൻറ്റേഷൻ ടെംപ്ലേറ്റ്, ഡോക്യുമെൻറ്റ് ടെംപ്ലേറ്റ്സ്, ഇങ്ങനെയുള്ളതിലൊക്കെ നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് അത് സെല്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റേഷനൊക്കെ ചടപടയെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ടെംപ്ലേറ്റ്സിനെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ ഡെഫിനറ്റ്ലി ആ ഒരു ആവശ്യഘട്ടത്തിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നു, നിങ്ങൾക്കതിന് റിവാർഡ് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. ഇനി അടുത്തതാണ് കൺസൾട്ടിങ് ആൻഡ് കോച്ചിങ് സർവീസസ്. ഇതും എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് നോളജബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1-on-1 കോച്ചിങ് സെഷൻസോ, അല്ലെങ്കിൽ കൺസൾട്ടിങ് പാക്കേജസോ, മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസോ, ഡിജിറ്റൽ ഗൈഡോ അല്ലെങ്കിൽ കോഴ്സസോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് പ്രൊഡക്ട്സ് വിൽക്കുക എന്നുള്ളതാണ്. കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ഡിസൈൻസ്, പ്രിൻ്റ് ഓൺ ഡിമാൻഡ് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതായത് ടീഷർട്ട്സ്, കസ്റ്റമായിട്ട് ചെയ്തിട്ടുള്ള ടീഷർട്ട്സ്, മഗ്സ്, പോസ്റ്റേഴ്സ്, ഫോൺ കേസുകൾ, ഡ്രസ്സ് പോലെയുള്ള അപ്പാരൽ ഐറ്റംസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ഡിസൈൻസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതും ഇതിനകത്ത് നല്ലൊരു ഫീൽഡാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അടുത്തത് വരുന്നത് റൈറ്റിംഗ് സർവീസസ് ആണ്. കണ്ടന്റ് റൈറ്റിംഗ് സർവീസസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഫ്രീലാൻസ് ആയിട്ട് കണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, ഗോസ്റ്റ് റൈറ്റിംഗ്, അതിൻ്റെ എഡിറ്റിംഗ്, പ്രൂഫ് റീഡിംഗ്, റെസ്യൂമി റൈറ്റിംഗ്, ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഫീൽഡാണ്. നിങ്ങൾക്ക് റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്താ പറയുക, മോണിറ്റൈസബിൾ ആയിട്ടുള്ള ഒരു സ്കില്ലായിട്ട് മാറ്റാവുന്നതാണ്. അടുത്തത് വരുന്നത് ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രീമിയം കണ്ടന്റിന് ആക്സസ് കൊടുക്കുക, അതുപോലെ ഡിജിറ്റൽ മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്, സ്ട്രീമിംഗ് സർവീസസ്, ഓൺലൈൻ ടൂൾസ്, സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻസ്, ഇതൊക്കെ കൊടുക്കുന്നതാണ് ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷൻസിൻ്റെ താഴെ വരുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാവുന്ന ഫീൽഡാണ്. അപ്പോൾ ഇങ്ങനെ 15 ഐഡിയാസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.